ഹൈദരാബാദിൽ ഷായ്നഗറിലെ ഒരു മന്തിപ്പിടിയും തപ്പി ഇറങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടത് വേറെ എവിടെയല്ല, ഷായ്നഗറിലെ നല്ലൊരു മന്തിപ്പിടിയിൽ. മൈസൂരത്ത് നേരെ നമ്മൾ മന്തി വയ്ക്കാൻ വേണ്ടി എത്തിപ്പെട്ടതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പീടിയല്ലാട്ടോ, അൽ ഹംദാൻ അങ്ങനെ തോന്നാണ് ഇതിൻ്റെ പേര്. സംഭവം എന്തായാലും വെറുത്തയക്കുന്നത്, വന്ന എന്തായാലും മുതലായിരിക്കുന്നത്. ഞാൻ ഒറ്റക്കല്ല വന്ന്, നമ്മളെ ഫുൾ ടീമുണ്ട്. എല്ലാവരും കണ്ടില്ലേ എന്താ ചെയ്യല്ലേ. ഇതിലിപ്പോൾ കാണാണ്ട് പോയാൽ നേരെ കാണിക്കാണ്ട് പോയ നമ്മളെ സ്വന്തം അഭിഷേക് ഏട്ടനുണ്ട്. ഇത് ബനൊരു കിടിലം പോയാൽ തെറിറ്ററാട്ടോ, നിങ്ങൾ അറിയില്ല, അറിയപ്പെടാത്തൊരു കലാകാരൻ. പിന്നെ ഇവിടുത്തെ മെനു ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ മട്ടൺ കംപ്ലീറ്റ് പോത്താട്ടോ അവിടെ സെർവ് ചെയ്യുക. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട്. അതുപോലെ തന്നെ ചിക്കനും ഉണ്ട്. നമ്മൾ നേരെ അവിടെ ഇരിക്കുകയും ചെയ്യുക, സിറ്റിംഗ് ആണ്, ടേബിളിംഗ് ഇല്ല. നേരെ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു സൂപ്പ് കൊണ്ടുത്തന്ന് നേരെ മന്തി വന്ന്. മന്തി എന്നൊക്കെ പറഞ്ഞാൽ പൂ പോലത്തെ പൂത്തിൻ്റെ മന്തി നമ്മൾ കുറച്ചധികം വാങ്ങിയിരുന്നു, 5-6 ആൾക്കാരുള്ളതും കൊണ്ട്. ഇത് കണ്ടങ്ങൾ എൻ്റെ മോനെ ഇത്രയും സോഫ്റ്റ് ആട്ടോ അല്ലേ മന്തി. മയനൈസും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച് ഞാൻ എൻ്റെ പൊന്ന് മക്കളെ സ്വർഗം കണ്ടു വന്നിട്ടാലാട്ടോ. ഒമ്മോ ഒരു രക്ഷയില്ല. മന്തി കിട്ടിയാൽ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും നോക്കാൻ നിന്നില്ല. പിന്നെ ആ ബീഫിൻ്റെ കഷ്ണമൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് നല്ലോണം കുഴച്ച് റൈറ്റ് അടി തീരുമാനമായിപ്പോയി മക്കളെ. പിന്നെ ആ പ്ലേറ്റ് തീരുന്നവരെ ഐറ്റ അടിയാ. എന്ത് ചെയ്യാനാ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിച്ചിറങ്ങിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നല്ല, വെറുതെ നിങ്ങൾ ഹൈദരാബാദ് സിറ്റിയിൽ പോത്ത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഷായ്നഗർ എന്നൊരു സ്ഥലമുണ്ട്, അതായത് പാടി ഷെരീഫിൻ്റെ അടുത്ത്. അപ്പോൾ ആടെ വന്നിട്ട് നിങ്ങൾ ആടുള്ള കുറച്ച് പീടിയിലെ ബീഫൊക്കെ ഒന്ന് വാങ്ങി കഴിച്ചു നോക്കി. നല്ല നാടൻ പോത്ത് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും സന്ധ്യക്ക് വരക്കം വണക്കം.